ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ സമയം മാറി തുടങ്ങുന്നു. നല്ല കാലം വരുന്നു എന്നല്ല, നല്ല കാലം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 4 of Wands, ഹാപ്പി ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ജീവിതം മുഴുവൻ കോടതി കേസ് ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കൊക്കെ ഇച്ചിരി കേക്ക് മുറിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യണം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 10 പുത്തനുണ്ടാക്കാനുള്ള ഏതോ ഒരു വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. കാലം മാറുന്നുണ്ട്, വീല് കറങ്ങി നിങ്ങളുടെ ടേണിലേക്ക് വരുന്നുണ്ട്. നിങ്ങളപ്പോൾ പഴയ സീനും പഴയ ആളുകളെയും പഴയ നിങ്ങൾക്ക് കിട്ടിയ താങ്ങുകളെയും ഓർത്തുകൊണ്ട് നിൽക്കരുത്. എല്ലാം കളയേണ്ട സമയമായി എന്ന യൂണിവേഴ്സ് എല്ലായിടത്തും തോട്ടിക്കളഞ്ഞായിരുന്നു. യൂണിവേഴ്സ് പലവട്ടം തിരിച്ചിട്ടും നിങ്ങൾ അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് ലാഭം വന്നില്ലല്ലോ, അവൾ വന്നില്ലല്ലോ, അവൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. റീവൈൻഡ് അടിച്ച് നിൽക്കൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടുതലാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സമയവും കാലവും ഒന്നും ഒരുപോലെ നിൽക്കുകയേയില്ല. താഴെ പോയ വീല് കറങ്ങി വീണ്ടും മുകളിലേക്ക് വരും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ടേൺ വരും. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് തോന്നിയാലും ലൈഫ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമെല്ലാം കൂടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്, അതങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ ചെറുതാണെങ്കിലും അതങ്ങോട്ട് ആഘോഷിക്കാൻ പഠിക്കണം എന്നാണ് യൂണിവേഴ്സ് ഈ സ്പ്രെഡിൽ പറയുന്നത്. അല്ലാതെ എനിക്ക് പണി കിട്ടുമോ, എനിക്ക് എന്തിനാണ് ഇത്ര സന്തോഷം തന്നത്, എനിക്ക് ഇതിൻ്റെ പിന്നിൽ ഇനി വേറെന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കരുത്. നിങ്ങൾ ഒരുപാട് അതിജീവിച്ച് കഴിഞ്ഞ മനുഷ്യരാണ്. നിങ്ങൾ ഇനി ജീവിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു പയ്യൻ അവിടെ കാശം പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. നിങ്ങൾ സ്വപ്നമൊക്കെ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. മാനിഫെസ്റ്റേഷൻ 48 പ്രാവശ്യം എഴുതി നോട്ട് ബുക്ക് അടച്ച് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് യൂണിവേഴ്സിനോട് ചോദിച്ചാൽ യൂണിവേഴ്സ് എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? അവസരങ്ങൾ തരുമ്പോൾ അത് ഉപയോഗിക്കുക. അടുക്കും ചിട്ടയുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്. അതിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്നതായാലും സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതായാലും ബിസിനസ് ഐഡിയ വന്നാൽ അത് ഉപയോഗിക്കാനാണെങ്കിലും അറിയണം. പുതിയ ജോലിക്ക് വേണ്ടിയാണെങ്കിലും പോവാനൊക്കെ പഠിക്കണം എന്ന് അല്ലാതെ കട്ടിൽ കിടന്ന് തലേണയുടെ അടിയിൽ മാനിഫെസ്റ്റേഷൻ എഴുതി വെച്ചാൽ യൂണിവേഴ്സ് കൊണ്ട് തരത്തില്ല. പഴയ കഥയൊക്കെ അങ്ങോട്ട് മറന്ന് നിങ്ങളെ വേദനിപ്പിച്ചവരെ നോക്കി സക്സസ് ഉണ്ടാക്കാൻ നടക്കാതെ അവരെ മറന്നിട്ട് സക്സസ് നേടണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെ മൈൻഡ് ചെയ്യരുത്, അവർക്ക് വിശദീകരണം കൊടുക്കാനും പോവരുത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു വഴി വെട്ടി തന്നിട്ടുണ്ട്, ആ വഴിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട് അവർക്ക് കാര്യം മനസ്സിലായിക്കോളും. ഒന്നും ആരോടും പറയാൻ നിൽക്കേണ്ട, ടൈറ്റിൽ കൊടുക്കുകയും വേണ്ട. നിങ്ങൾ വീണുപോയെങ്കിൽ അതൊന്നും നാണക്കേടൊന്നുമല്ല. അവിടെ കിടന്നിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ നടക്കരുത്. യൂണിവേഴ്സ് ഡോറും തുറന്ന് പിടിച്ച് നിൽക്കുമ്പോൾ പഴയ ആളിൻ്റെ പ്രൊഫൈൽ നോക്കിയിരിക്കാതെ കുഞ്ഞെ മക്കളെ അകത്തോട്ട് കയറ്, അവസരങ്ങൾ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പഠിക്കണം. ആരുടെയും ലൈഫ് യൂണിവേഴ്സ് ഫ്രീസായിട്ട് വെക്കത്തില്ല. യൂണിവേഴ്സ് ഉള്ളിൽ പ്രോസസ്സ് നടത്തുന്നുണ്ട്. സാഹചര്യങ്ങളെല്ലാം മാറും. ഇന്നത്തെ വിഷമം ഒന്നും പെർമനൻ്റ് അഡ്രസ്സ് അല്ല. നിങ്ങൾക്കൊരു ടേൺ വന്നാൽ അതിനെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സും കൂടെ തുറന്നു വെച്ച് നിങ്ങൾ ഇരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എത്രയോ കാര്യങ്ങൾ കടന്ന് നിങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിജീവനം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. സന്തോഷത്തോടെ ജയിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചെറിയ വിജയം വന്നാലും സെലിബ്രേറ്റ് ചെയ്തേക്കുക. സമാധാനം കിട്ടുമ്പോഴൊക്കെ കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. വലിയ വിജയങ്ങൾ ചെറിയ തുടക്കത്തിൻ്റെ കോസ്റ്റ്യൂം ഇട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ തീരുമാനമായാലും അത് നാളത്തേക്ക് നിങ്ങളുടെ സമൃദ്ധിയുടെ അടിത്തറയാണ് എന്ന് മനസ്സിലാക്കണം. പഴയതിനെ ഓർത്തുകൊണ്ട് മാത്രം ജീവിക്കരുത്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയവരെ ഇംപ്രസ് ചെയ്യാൻ നടക്കരുത്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരെ കൺവിൻസ് ചെയ്ത് ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനായിരുന്നു എന്നൊന്നും പറയാനൊന്നും നിങ്ങൾ നടക്കരുത്. നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ മാത്രം നിങ്ങൾ മുന്നോട്ട് നടന്നാൽ മതി എന്നാണ് യൂണിവേഴ്സ് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത്. എല്ലാം നമുക്ക് ഇന്ന് തന്നെ ശരിയാക്കണം എന്നൊന്നുമല്ല.
ഇന്നലത്തേക്കിനേക്കാൾ 1% മുന്നോട്ട് പോയാലും അതും നമ്മളുടെ പ്രോഗ്രസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നിങ്ങളെ ആരും കൈയടിച്ചില്ല എങ്കിൽ ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഹീൽ ചെയ്യണം, നിങ്ങളുടെ മുറിവുകൾ ഉണക്കണം, നിങ്ങൾ പഠിക്കണം, ഡിസിപ്ലിനോടെ മുന്നോട്ട് പോകണം. അതെങ്ങനെ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഡിസിപ്ലിൻ ഇല്ലാത്ത പിള്ളേരാണ്. ഇത് മാത്രമേ ഓർമ്മയുള്ളൂ എല്ലാവർക്കും. അല്ലാതെ ലൈഫിൽ എങ്ങനെ ഡിസിപ്ലിൻ കൊണ്ടുവരാം അതറിഞ്ഞുകൂടാ. ഒരു ദിവസം എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് കാണും എന്ന് മനസ്സിലാക്കണം. യൂണിവേഴ്സ് വഴി തുറന്ന് തരും. ചെരുപ്പിട്ട് നടക്കേണ്ടത് നമ്മളാണ് എന്ന് മനസ്സിലാക്കുക. പിന്നോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ശക്തി കളയരുത്. മുന്നിലുള്ള സാധ്യതകളിലേക്ക് നോക്കി മുന്നോട്ട് നോക്കി പോകുക. നിങ്ങൾക്ക് നല്ലതായത് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ സമയം മാറുകയാണ്. എൻ്റെ ജീവിതം ഉറപ്പായും മനോഹരമായും ഉയരും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. യൂണിവേഴ്സ് ഒപ്പമുണ്ട്. നിങ്ങളെ തകർത്ത ഒരു കഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസാനമല്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ശക്തി അവിടുന്നാണ് തുടങ്ങിയത്. നിങ്ങളുടെ ശക്തി തുടങ്ങിയ ചാപ്റ്റർ ആയിരുന്നു അത് എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ നല്ല കാലം വരാൻ GPS ഒന്നും തെറ്റിയിട്ടില്ല. നിങ്ങൾ വഴിയിൽ ഡൗട്ട് വെച്ച് സ്പീഡ് ബ്രേക്കർ ഇടാതിരുന്നാൽ മാത്രം മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വീണു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എഴുന്നേൽക്കുക. കരഞ്ഞുകൊണ്ടിരിക്കുവാണോ? മുഖമൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് ഇരുന്നേ. തളർന്നിരിക്കരുത്. ഒന്ന് റെസ്റ്റ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. നിങ്ങളുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ എന്നങ്ങ് പ്രഡിക്റ്റ് ചെയ്ത് അങ്ങ് പറയരുത് കേട്ടോ. കേസ് ഇനിയും തീർന്നിട്ടില്ല. നിങ്ങൾ പൊളിയാൻ പിറന്നതൊന്നുമല്ല, വളരാനാണ് പിറന്നത്. അതുകൊണ്ട് തല ഉയർത്തി നടക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കോൺഫിഡൻസ് ഫ്രീ ആയിട്ടാണ് യൂണിവേഴ്സ് തരുന്നത്, EMI ആയിട്ടൊന്നുമല്ല. നിങ്ങളെ ജീവിതം തോൽപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾ തോറ്റു പിന്മാറുകയല്ല ചെയ്യേണ്ടുന്നത്. മിസ്റ്റർ പെരേര, റോങ് നമ്പറാണ്, ഞാൻ കമ്പാക്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കോൺഫിഡൻറ്റോടെ മുന്നോട്ടാണ് പോകേണ്ടത് കേട്ടോ. നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവേണ്ട. ഞാൻ പൈസയെ നിങ്ങളുടെ പിന്നാലെ അയക്കും, പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടുതരും, കാഷ് പിന്നീടും തരും. സിട്രിൻ എനർജി അങ്ങനെയാണ്. ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും, ചിൽ ബോസ്, നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാൻ ആണ് എന്ന്. നിങ്ങൾക്ക് സ്ട്രെസ്സ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും. മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും. ഇൻ്റർവ്യൂ ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, ബിസിനസ് കോൾ വന്നോ, പേടി വേണ്ടേ വേണ്ട. ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും. പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും. ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ, ലൈറ്റ് മോഡ് ഓണാകും. നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി, അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും. ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിംഗ് ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും. മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ്. ബിസിനസ്, ജോലി, സെയിൽസ്, ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് ആകും. റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ, കരിയർ ഗ്രോത്തിനും, ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിങ്ങിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക. ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്റ്റ് സക്സസ്, പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് പോളിഷ്ഡ് യെല്ലോ ആണ്, ഒന്ന് റോ യെല്ലോ കളറാണ്. ഇത് റോ യെല്ലോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം. ചിലപ്പോൾ സ്നേഹം വാക്കുകളല്ല, അത് ഒരു സ്പർശമാണ്, എനർജിയാണ്, ഒരു വൈബാണ്. ഇത് ഒരു ബ്രേസ്ലെറ്റ് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സോഫ്റ്റ് ഹഗ്ഗാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹവും സമാധാനവും ആകർഷണവും പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു ചെറിയ മാജിക്കാണ് ഈ ബ്രേസ്ലെറ്റ്. ഇത് ധരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ എനർജി സോഫ്റ്റാകും, വൈബ് വാമാകും. ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ, കണക്റ്റ് ചെയ്യാൻ ഒരു ആകർഷണം തോന്നും. ലവ് അട്രാക്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനും
സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും. ഇത് ഒരു ബ്രേസ്ലെറ്റ് ആയിട്ടല്ല ഉപയോഗിക്കേണ്ടുന്നത്, ഒരു ലവ് ഫ്രീക്വൻസി ആയിട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാവിനും ഹീലിംഗ് എനർജി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ, സമാധാനം കിട്ടാൻ, സെൽഫ് ലവ് കിട്ടാൻ ഇത് ഉപയോഗിക്കുക.